വന്യജീവി പ്രശ്നത്തിൽ തുറന്ന ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്ന് ഷോൺ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വന്യജീവികളെ വേട്ടയാടാൻ കേന്ദ്ര നിയമം തടസ്സമല്ല. എണ്ണത്തിൽ കൂടുതലുള്ള മൃഗങ്ങളെ സംവരണം ചെയ്യാൻ കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്നുണ്ട്. സംസ്ഥാന വനംവകുപ്പിന്റെ പിടിപ്പുകേടാണ് വന്യജീവി സംഘർഷത്തിന്റെ കാരണമെന്നും ഷോൺ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞാൻ വളരെ ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തുറന്ന സംവാദത്തിന് BJP ക്ഷണിക്കുകയാണ്. എന്തു നിയമങ്ങളാണ് അദ്ദേഹത്തെ വന്യമൃഗശല്യത്തിൽ നിന്നും അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ തടയുന്നതിൽ നിന്നും എന്തു നിയമമാണ് അദ്ദേഹത്തെ തടയുന്നത്? ഒരു തടസ്സവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഉത്തരവിട്ട് സ്വസ്ഥമായിട്ട് അവർക്ക് വേട്ടയാടാൻ കഴിയും. എണ്ണത്തിൽ കൂടുതലാകുമ്പോൾ അതിനെ പ്രിസർവ് ചെയ്യാനുള്ള സിസ്റ്റം അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അതിനുള്ള ഫണ്ട് കേന്ദ്രം കൊടുക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ പിടിയിൽ പോലും അല്ല കാര്യങ്ങൾ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗുണ്ടായുസമാണ്, ഫോറസ്റ്റ് രാജാണ്. വി എസ് രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, 1972 കേന്ദ്ര വന്യജീവി നിയമം അത് വലിയ തടസ്സമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഷോൺ ജോർജ് പക്ഷേ തിരിച്ചാണ് പറയുന്നത്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ഒരു തുറന്ന സംവാദത്തിന് ക്ഷണിക്കുകയാണ് ഷോൺ ജോർജും BJPയും. അതായത് കേന്ദ്ര വന്യജീവി നിയമത്തിലെ വ്യവസ്ഥകൾ ഈ ക്ഷുദ്രജീവികളെ വേട്ടയാടാൻ തടസ്സമില്ല എന്നും കേന്ദ്ര വന്യജീവി നിയമത്തിനനുസരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുകയാണ് വേണ്ടത് എന്നുള്ളതുമാണ് BJPയുടെ വാദം. അതായത് ക്ഷുദ്രജീവികളെ വെടിവെക്കാൻ, അതായത് വന്യജീവി മേഖലയിൽ വന്യജീവി സംഘർഷം ഉണ്ടാവുന്ന മേഖലയിൽ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്ന മൃഗങ്ങളെ വെടിവെക്കാൻ, വേട്ടയാടാൻ പ്രത്യേകമായി വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ട കാര്യമില്ല. നിലവിലെ വന്യജീവി നിയമത്തിലെ ഷെഡ്യൂൾ 11 പ്രകാരം ഇത്തരം ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഉണ്ട് എന്നും അത് പഞ്ചായത്തുകൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്നും അതിൽ തന്നെ വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ കൈകടത്തൽ നടത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥതയാണ് ഇത്തരത്തിൽ ഈ വന്യജീവി നിയമത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതുമാണ്. അതായത് വന്യജീവി നിയമത്തിനനുസരിച്ച് സംസ്ഥാന സർക്കാർ അത് സൂക്ഷ്മമായി പരിശോധിച്ച് അതിനനുസരിച്ച് ഉത്തരവിറക്കുകയാണ് വേണ്ടത്. അതുപോലെ വനത്തിനകത്ത് ഈ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് ആ വർദ്ധിക്കുന്ന മൃഗങ്ങളെ പ്രിസർവ് ചെയ്യാനുള്ള പ്രത്യേക ഫണ്ടുണ്ട്. അത് പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുത്താൽ ആ പ്രൊജക്റ്റിനനുസരിച്ച് ഫണ്ട് റിലീസ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. മാത്രവുമല്ല, ഈ വനത്തിനകത്ത് നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ വയനാട്ടിലൊക്കെയുള്ള സ്വർണ്ണക്കൊന്ന പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച സ്ഥലത്ത് സ്വർണ്ണക്കൊന്നകൾ വെട്ടി അടിക്കാട് വളരുന്ന തരത്തിലുള്ള ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇതിനൊന്നും സംസ്ഥാന വനവകുപ്പ് തയ്യാറാകാതെയാണ് ഇത്തരത്തിൽ കേന്ദ്ര വന നിയമത്തെ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഒരു തുറന്ന സംവാദത്തിന് BJP വെല്ലുവിളിക്കുന്നു. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു, ഇങ്ങനെ വേട്ടയാടി പിടിക്കുന്ന പന്നികൾ അതിനെ സംസ്കരിക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ടാണോ മണ്ണെണ്ണ കൊണ്ടാണോ എന്നൊന്നും പരിശോധിക്കേണ്ട, അതിന് പിറകെ പോകാൻ നിൽക്കേണ്ട എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു വാക്കാൽ നിർദ്ദേശം കൊടുത്തിരുന്നു. എന്നാൽ അതൊരു ഉത്തരവായി ഇറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ? അത് മാത്രവുമല്ല, സർക്കാർ ഞങ്ങളുടെ ഉത്തരവിറക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഷെഡ്യൂളിൽ 1 കൂടുതൽ മൃഗങ്ങളെ ചേർക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നതും. താങ്ക് യു, വി എസ് രഞ്ജിത്ത്.